ഒന്ന്, ഞങ്ങൾ പൂഞ്ഞാർ പള്ളിയിൽ, കത്തോലിക്ക പള്ളിയിൽ ഒരു ഭീകര തീവ്രവാദ സംഘടനകളെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ പള്ളിയിലെ വൈദികനെതിരായിട്ട്. ഇക്കാര്യത്തിൽ ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് NDAയുടെ യോഗം ശക്തമായ അക്കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏത് സംഘടനയാണ്, ആരാണ് കുറ്റവാളികളെന്ന് പോലും പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല. പോലീസ് അത് മറച്ചുവെക്കുകയാണ് ബോധപൂർവ്വം. ഇപ്പം എല്ലാ ഭാഗത്തും ഞാൻ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം, LDFന്റെ ബന്ധം, UDFന്റെ ബന്ധം, PFI ആയിട്ട് CPMന്റെ ബന്ധം, കോൺഗ്രസിന്റെ ബന്ധം, ഇത് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ, അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ LDFനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും ലസാഗുവ, നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ലഘുതമ സാധാരണ ഗുണിതം, ഒരു പൊതുഗുണിതമായിട്ട് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. എത്ര പരിഹാസ്യ! ഇതിനെക്കുറിച്ച്, ഈ തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന CPMന്റെ അഭിപ്രായം, അവർ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും എന്താ അഭിപ്രായം? അവർ വ്യക്തമാക്കട്ടെ. അതുകൊണ്ടാണ് അശ്ലീല മുന്നണികളായിട്ട് ഇരു മുന്നണികൾ മാറി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വൈദികർക്കും വിശ്വാസികൾക്കും വലിയ ആശങ്കയുണ്ട്. ആരാണ് ആക്രമിച്ചതെന്ന് പുറത്ത് പറയേണ്ടത്, പൊതുസമൂഹത്തോട് പറയേണ്ടത് അന്വേഷണ ഏജൻസിയാണ്, പോലീസാണ്. ഇതുവരെ അവര് ഇരുട്ടിൽ തപ്പുകയാണ്. എന്തുകൊണ്ട്? അവിടെയുള്ള വിദ്യാർത്ഥികൾ, അവിടെ ഹിന്ദു വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു സംഭവത്തെ ഇങ്ങനെ ഒരു വർഗീയ അതല്ലല്ല വർഗീയ വിദ്യാർത്ഥികൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തീവ്രവാദികളാകാൻ പറ്റില്ല എന്നൊന്നുമില്ല, അങ്ങനെ തോന്നുന്നില്ല. മാത്രമല്ല, കോട്ടയത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാലാ പിതാവിനെതിരായിട്ട് വലിയ അക്രമം സംഘടിപ്പിക്കാനും പാലാ പിതാവിനെ ശാരീരികമായി വകവരുത്തും എന്ന് അദ്ദേഹത്തിന്റെ അരമനയ്ക്ക് മുമ്പിൽ പോയി പ്രകടനം നടത്തി പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ് കോട്ടയം. അവിടെയാണ്, തൊട്ടടുത്താണ് പൂഞ്ഞാറിൽ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് സംശയമുണ്ട്, വിശ്വാസികൾക്ക് സംശയമുണ്ട്. ആ സംശയം തീർക്കേണ്ട ബാധ്യത പോലീസിനാണ്. ഞങ്ങൾ പറഞ്ഞത് അല്ലല്ല, ഞാനല്ല പരിശോധിക്കേണ്ടത്. ഇത് ഈ നമ്മൾ പറയണത്, ഞങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചത് അവിടുത്തെ വിശ്വാസികൾക്ക് ഈ സംശയമുണ്ട്. അത് ദൂരീകരിക്കാനുള്ള ബാധ്യത എനിക്കോ നിങ്ങൾക്കോ അല്ല, അന്വേഷണ ഏജൻസിക്കാണ്. അവര് ആ കാര്യം ചെയ്യുന്നില്ല. അതിലാണ് ജനങ്ങൾക്കുള്ള സംശയം, വിശ്വാസികൾക്ക് സംശയം, അക്രമത്തിന് ഇരയായവർക്ക് സംശയമുണ്ട്. ആ സംശയം തീർക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസിക്കാണ്. ഞാൻ പറഞ്ഞത് അവിടുത്തെ പരിക്ക് പറ്റിയവർക്ക്, അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായവർക്ക്, അതുപോലെ വിശ്വാസികൾക്കുള്ള സംശയം, അത് ഞാൻ ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് മതി. അല്ല, തീവ്രവാദ ഗ്രൂപ്പാണെന്നൊരു സംശയമുണ്ട്. അതല്ലെങ്കിൽ, അല്ല, ദാസേട്ടൻ പറയുന്നതല്ല, അവിടുത്തെ അവിടെ വിശ്വാസികളാണ് പറയുന്നത്. അതല്ല എന്ന് പിന്നെ പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ പിടിച്ചുകൊണ്ട് അത് യാതൊരു തീവ്രവാദ ബന്ധവും ഇല്ല എന്നാരാ പ്രഖ്യാപിക്കേണ്ടത്? അത് ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഒരു നടപടി എടുക്കാത്തത്? പോലീസ് ഇരുട്ടി തപ്പുകയല്ലേ? കഴിവില്ലാത്ത പോലീസ് ആയതുകൊണ്ടാണോ? അപ്പൊ അതുകൊണ്ട് ആ സംശയം ദൂരീകരിക്കണം എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ വിശ്വാസികളും അക്രമത്തിന് ഇരയായവരും അവർ പ്രകടിപ്പിച്ച വികാരമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അതിന് പ്രശ്നം എല്ലാം ഏകകണ്ഠമായ തീരുമാനമായിരിക്കും ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഒറ്റക്കെട്ടായിട്ട് ഈ ഇലക്ഷൻ നേരിടാൻ വേണ്ടി പോകുന്നു. ഈ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്.